ഹായ് എവറിബഡി. ഈ ക്ലാസ്സിൽ BSc-കാരുടെ FIUGP സെക്കൻഡ് സെമ്മിൻ്റെ പ്രായശ്ചിത്ത് എന്ന കഹാനിയാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. അതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ള രീതിയിലുള്ള സമ്മറിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ലേഖകനെ പരിചയപ്പെടാം. ലേഖക് ഭഗവതി ചരൺ വർമ്മയാണ്. അദ്ദേഹം ജനിച്ചിരിക്കുന്നത് 1903-ലും അദ്ദേഹത്തിന് മൃത്യു സംഭവിച്ചിരിക്കുന്നത് 1981-ലുമാണ്. അദ്ദേഹത്തിൻ്റെ പ്രമുഖമായിട്ടുള്ള രചനകളാണ് ചിത്രലേഖ, ഭൂലെ ബിസ്രെ ഗീത്, ദോ ബാങ്കെ, ആവാരെ എന്നിവയൊക്കെ. അദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങൾ തേടിയെത്തിയിട്ടുണ്ട്. സാഹിത്യ അക്കാദമി സമ്മാൻ, പത്മഭൂഷൺ, പിന്നെ അദ്ദേഹം ഒരു രാജ്യസഭാ അംഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഷോർട്ട് സമറിയിലേക്ക് കടക്കാം. भगवती चरण वर्मा द्वारा लिखी गई प्रायश्चित कहानी एक यथार्थवादी व्यंग्यात्मक रूप से रचित कहानी है, जिसमें एक बिल्ली की हत्या के प्रायश्चित के बहाने लोगों के भीतर व्याप्त अंधविश्वास और पाखंड को उजागर किया गया है. അപ്പം ഈ ഒരു കഹാനി, അതിൻ്റെ പേര് പ്രായശ്ചിത്ത് എന്നാണ്. അപ്പോൾ ഈ ഒരു കഹാനിയിലൂടെ ഭഗവതി ചരൺ വർമാജി ശരിക്കും ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥ പറയുകയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു സട്ടൈറിക്കൽ ആയിട്ടുള്ള രീതിയിൽ, അതായത് ആക്ഷേപഹാസ്യം എന്ന രീതിയിലാണ് ഈ ഒരു കഹാനി അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു പൂച്ചയെ കൊന്നതിൻ്റെ പ്രായശ്ചിത്തം ആയിട്ടുള്ള രീതിയിൽ കുറച്ച് കർമ്മങ്ങൾ ചെയ്യണം എന്ന് ആൾക്കാർ പറയുകയും അവരിൽ വ്യാപ്തമായിരിക്കുന്ന അന്ധവിശ്വാസം, അതുപോലെ തന്നെ കാപട്യത്തെയും ഈ ഒരു കഹാനിയിലൂടെ ഭഗവതി ചരൺ വർമാജി ഉയർത്തി കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇസ് കഹാനി മേ കേന്ദ്ര പാത്ര രാമു കി ബഹു ഹെ ജോ എക് നവവിവാഹിത് 14 വർഷീയ ലഡ്കി തി. ഈ കഹാനിയിലെ മെയിൻ ആയിട്ടുള്ള ക്യാരക്ടർ വന്നിട്ട് രാമുവിൻ്റെ ഭാര്യയാണ്. അവർ പുതുതായിട്ട് കല്യാണം കഴിച്ച് ആ വീട്ടിലേക്ക് വന്നതേ ഉള്ളൂ. 14 വയസ്സായിരുന്നു. അപ്പോൾ ഈ രാമുവിൻ്റെ അമ്മ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും അവളിൽ ഏൽപ്പിച്ച് അവർ ഈശ്വരഭക്തി മാർഗത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് നെക്സ്റ്റ് വരിയിൽ പറഞ്ഞിരിക്കുന്നത്. ഉസേ രാമു की मां ने घर की सारी जिम्मेदारियां सौंप दी और पूजा पाठ में निवृत्त हो गई. रामू की बहू पति की प्यारी थी और सास की दुलारी थी, लेकिन बचपने के कारण वह हमेशा असावधानी से काम करती थी. ഭർത്താവിനും അമ്മായിയമ്മയ്ക്കും പ്രിയപ്പെട്ടവളായിരുന്നു രാമുവിൻ്റെ ഭാര്യ. പക്ഷേ ഈ ചെറുപ്പമായത് കാരണം കൊണ്ട്, 14 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, ആ കാരണം കൊണ്ട് അവൾ വളരെ കുട്ടിത്തം നിറഞ്ഞ ഒരു കുട്ടി മാത്രമാണ്. ഒരുപാട് കാര്യങ്ങൾ മറന്നു പോവും. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഭൂൽ ജാനെ കെ സ്വഭാവ് കെ കാരൺ കഭി ഭണ്ഡാർഘർ ഖുലാ രഹ ജാത്ത തോ കഭി വഹി ബൈഠെ ബൈഠെ സോ ജാത്തി. അശ്രദ്ധയോടെയാണ് അവർ പെരുമാറിയിരുന്നത്. മറവി ഉണ്ടായിരുന്നു. കുട്ടിത്തം നിറഞ്ഞു നിൽക്കുന്ന ആ സ്വഭാവം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ചിലപ്പോഴൊക്കെ അവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലെ സ്റ്റോർ ഹൗസ്, അതാണ് ഭണ്ഡാർഘർ, അത് തുറന്നു കിടക്കുമായിരിക്കും. അവിടെ തന്നെ സ്റ്റോർ ഹൗസിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്ത് അവിടെ തന്നെ ഉറങ്ങുമായിരുന്നു. അതൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ആ വാക്യത്തിൻ്റെ അർത്ഥം അതാണ് വരുന്നത്. ജിസ്കാ ലാഭ് കബ്രി ബില്ലി ഉഠാ ലേത്തി ഓർ ഭോജൻ കാ സാരാ സാമാൻ ചട്ട് കർ ജാത്തി. അതായത് രാമുവിൻ്റെ ഭാര്യയുടെ അശ്രദ്ധ കാരണം സ്റ്റോർ ഹൗസ് തുറന്നു കിടക്കുമായിരുന്നു എപ്പോഴും. ആ ഒരു കാരണം കൊണ്ട് അവിടെ വരുന്ന ആ പൂച്ച, കബരി എന്നാണ് പൂച്ചയുടെ പേര് പറഞ്ഞിരിക്കുന്നത്. കബരി പൂച്ചയ്ക്ക് എപ്പോഴും ലാഭമായിരുന്നു ഇതിൽ നിന്നുണ്ടായിരുന്നത്, ഈ പ്രവൃത്തി കാരണം. അപ്പോൾ ആ പൂച്ച വന്നിട്ട് എപ്പോഴും ആ ഭണ്ഡാർഘറിൽ ഉണ്ടായിരുന്ന അതിനിഷ്ടമുള്ള സാധനങ്ങൾ തിന്നു തീർക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഭക്ഷണ സാധനങ്ങളെല്ലാം തിന്നു തീർക്കുമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജിസ് കാരൻ രാമു കോ രൂഖ സുഖ ഖാന പെടുത്ത. അതായത് ഇത് കാരണം കൊണ്ട് അവിടെ സ്റ്റോർ റൂമിൽ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഇടയ്ക്കുകയും തലയ്ക്കുകയും പൂച്ച വന്നിട്ട് കഴിക്കുന്നത് കാരണം കൊണ്ട് രാമുവിന് എപ്പോഴും പഴയ ആഹാരം കഴിക്കേണ്ടി വരുമായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് രാമുവിന് വേണ്ടി എടുത്തു വെച്ച സാധനങ്ങളെല്ലാം അടച്ചു വെക്കാത്തത് കാരണം കൊണ്ട് രാമുവിന് ഇതെല്ലാം സഹിക്കേണ്ടി വന്നു എന്നാണ് ആ വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. കബ്രി ബില്ലിനെ രാമു की बहू का जीना हराम कर रखा था और तंग होकर उसने कबरी बिल्ली को ख़त्म करने का फैसला किया. അപ്പോൾ ഈ കബ്രി ബില്ലി ഭയങ്കരമായിട്ട് രാമുവിൻ്റെ ഭാര്യയെ ഉപദ്രവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ കാരണം കൊണ്ട് അമ്മായിയമ്മയിൽ നിന്ന്, ഭർത്താവിൽ നിന്നൊക്കെ അവർക്ക് ചീത്ത കേൾക്കേണ്ടി വരുമായിരിക്കാം. ആ കാരണം കൊണ്ടാണ് അവർ മടുത്തിട്ട് ഈ കബ്രി ബില്ലിയെ ശരിയാക്കി കളയാം അല്ലെങ്കിൽ കൊന്നുകളയാം എന്ന് വിചാരിക്കുന്നത്. ആ ഒരു തീരുമാനത്തിലേക്ക് എത്തുകയാണ് എന്നാണ് ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവരങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്ന ആ സമയത്ത് തന്നെ പിറ്റേ ദിവസം രാവിലെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, बिल्ली को ललचाने के लिए प्रातःकाल वह एक कटोरी दूध दरवाजे पर रखकर चली गई. लोटी तो उसने बिल्ली को दूध पीता देख उस पर पाटा दे मारा. അതായത് പൂച്ചയെ പ്രലോഭിപ്പിക്കാൻ എന്താ ചെയ്യുക, പൂച്ച വരണം, അപ്പോൾ വന്നിട്ട് വേണം അതിനെ തല്ലിക്കൊല്ലാന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ആ വാതിൽക്കിൽ തന്നെ അവർ ഒരു പാത്രത്തിൽ കുറച്ച് പാല് വെക്കും, ഈ പൂച്ച വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പൂച്ച വന്ന് പാല് കുടിക്കുന്നത് കണ്ടപ്പോൾ അവൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ വേഗം തന്നെ പോയിട്ട് ഒരു മരത്തടി എടുത്ത് പൂച്ചയുടെ തലയ്ക്ക് തന്നെ അടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അബ് ബില്ലി തോ മർക്കർ ഉലട്ട് ഹോ ഗൈ. അപ്പോൾ ഈ ഒരു അടിയുടെ ആഘാതത്തിൽ പൂച്ച ചത്തിട്ട് മറിഞ്ഞു കടന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉലട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിഞ്ഞ് കടക്കുകയാണ് എന്നാണ് അർത്ഥം. അപ്പോൾ ഇങ്ങനെ ബില്ലി മരിക്കുന്ന ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു വലിയൊരു സംഭവമായിട്ട് മാറണം. ബില്ലി കി ഹത്യ की खबर गाँव में फैल गई और पंडित परम सुख को बुलाया गया. അപ്പം ബില്ലിയെ കൊന്നത് എല്ലാവരുടെയും
പരസ്യമായി. അങ്ങനെ ആയപ്പോൾ പണ്ഡിറ്റ് പരം സുഖിനെ വിളിക്കുകയാണ് ചെയ്തത് എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ ഈ പരം സുഖ് ആദ്യമേ കുറച്ച് ലോബി ആയിട്ടുള്ള ആളാണ്, അപ്പോൾ കുറച്ച് പൈസ സമ്പാദിക്കണം എന്ന മെൻറ്റാലിറ്റി ഉള്ള ആളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പണ്ഡിറ്റ് ധൻ ലോബി थे. പണ്ഡിറ്റ് ഒരു പൈസ സമ്പാദിക്കണം എന്ന് മാത്രം ചിന്തയുള്ള ഒരാളായിരുന്നു എന്നാണ് ഉദ്ദേശിക്കുന്നത്. और उन्होंने कहा कि बिल्ली की हत्या साधारण पाप नहीं है, कुंभी पाक नरक मिलेगा. അതായത് പണ്ഡിറ്റ് വന്നിട്ട് പറയാണ്, ഈ ബില്ലിയെ കൊന്നത് ചെറിയ പാപമൊന്നുമല്ല, സാധാരണമായിട്ടുള്ള പാപമല്ല. കുംബിപാക് നരക് മിലേഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ നരകത്തിലേക്ക് പോകും, ഒരു തരത്തിൽ ഭയങ്കര ഭീകരമായിട്ടുള്ള ഒരു നരകത്തിലേക്ക് പോകും എന്നാണ് പണ്ഡിറ്റ് വന്നിട്ട് അവിടെ പറയുന്നത്. घर में पंचायत बैठ गई और मिसरानी महरी किस्नू की माँ और पंडित जी बैठकर चर्चा करने लगे. വീട്ടിൽ എല്ലാവരും കൂടിയിട്ട് മിസ്രാണി, മഹരി, കിസനുവിൻ്റെ അമ്മ, പണ്ഡിത്ത് ഇവരെല്ലാവരും കൂടി ചർച്ച ചെയ്യാൻ തുടങ്ങി, എന്താണ് ഇതിനൊരു പരിഹാരം ചെയ്യാൻ പറ്റുക എന്ന് വിചാരിച്ചിട്ട്. पंडित जी प्रायश्चित के तौर पर 11 तोले सोने की बिल्ली और 21 दिन तक पाट के 21 रुपए और 5 ब्राह्मणों के भोजन सहित दान दक्षिणा की बात करते हैं. അപ്പോൾ ആ പണ്ഡിത്ത് പറയാണ്, പ്രായശ്ചിത്ത കർമ്മമായിട്ടുള്ള രീതിയിൽ 11 തോല സ്വർണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാമിലാണ് സ്വർണത്തിൻ്റെ യൂണിറ്റ് പറയുന്ന സമയത്ത് ഹിന്ദിയിൽ അത് തോലയായിട്ടാണ് പറയുക. ഓക്കെ, ഗ്രാമും തോലയും ഒന്നല്ല കേട്ടോ. 11 തോലെ സോനയ്ക്ക് ബില്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 തോല സോന എന്ന് വെച്ചാൽ സ്വർണത്തിൻ്റെ ബില്ലിയുടെ രൂപം ഉണ്ടാക്കി കൊടുക്കണം. അതിൻ്റെ ഒപ്പം 21 ദിവസം പൂജ ചെയ്യണം. പൂജ ചെയ്യണോടൊപ്പം വായനയും വേണം. 21 രൂപ ദക്ഷിണയും വേണം ഇതിൻ്റെ ഒപ്പം. അതുപോലെ തന്നെ 5 ബ്രാഹ്മണർക്ക് 21 ദിവസം ഭക്ഷണവും കൊടുക്കണം എന്നാണ് പണ്ഡിത്ത് വന്നിട്ട് പറയുന്നത്. അപ്പം ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് രാമുവിൻ്റെ അമ്മയ്ക്ക് രണ്ട് മനസ്സാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായശ്ചിത്തമായിട്ടുള്ള രീതിയിൽ ചെയ്തേ പറ്റൂ, അതറിയാമെങ്കിലും ഇത്രയും വലിയൊരു തുക പ്രായശ്ചിത്തമായിട്ടുള്ള രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. അപ്പോൾ നല്ല പൈസ വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അവരതുകൊണ്ട് തന്നെ ഒരുപാട് ആലോചിക്കുകയാണ്. अदाना आ वाक्य वर्णित रामू की माँ दान दक्षिणा को लेकर चिंतित हो जाती है, लेकिन बाकी स्त्रियों के अनुरोध पर वे प्रायश्चित करने पर तैयार हो जाती हैं. जब मेहरी हाफते हुए वहाँ आ धमकती है और कहती है कि बिल्ली तो उठकर भाग गई. അതായത് ഇവർ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള സ്ത്രീകളെല്ലാവരും കൂടിയിട്ട് പറഞ്ഞ് അവരെ കൊണ്ട് ഈ പ്രായശ്ചിത്ത കർമ്മങ്ങൾ ചെയ്യിപ്പിക്കാമെന്ന് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് മെഹരി അവിടേക്ക് ഓടി വരുന്നത്. അതായത് ഇവരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ആളാണ് മെഹരി. അപ്പോൾ മെഹരി ആ സമയത്താണ് ഓടി വരുന്നത്. ഓടി വന്നിട്ട് പറയുന്നത്, പൂച്ച ചത്ത് കിടക്കുകയായിരുന്നല്ലോ, അപ്പോൾ ആ പൂച്ച എണീച്ച് ഓടി എന്നാണ് മെഹരി വന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ സ്റ്റോറി എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് പൂച്ചയെ കൊന്നതിന് പ്രായശ്ചിത്തമായിട്ടുള്ള രീതിയിലാണ് ഈ കർമ്മങ്ങളെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്നത്. ആ സമയമാകുമ്പോഴത്തേക്ക് പൂച്ച എണീച്ച് ഓടുകയാണ്. അതായത് പൂച്ച ചത്തിട്ടൊന്നുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഈ കഹാനിയിലൂടെ കഹാനിക്കാർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് ആ നെക്സ്റ്റ് വരിയിൽ പറഞ്ഞിരിക്കുന്നത്. कहानी के माध्यम से कहानीकार ने बहुत सी सामाजिक कुरीतियों के बारे में कहानी में बताया है, जिसमें समाज में फैला अंधविश्वास और अनाचार पर प्रकाश डाला गया है. അപ്പോൾ ഈ കഹാനിയിലൂടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് തരത്തിലുള്ള സാമൂഹിക തിന്മകളെക്കുറിച്ചിട്ടാണ് ഈ ഒരു കഹാനിയിലൂടെ കഥാകാരൻ പറഞ്ഞിരിക്കുന്നത്. പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെയാണ് കഥാകാരൻ ഈ ഒരു കഥയിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. कहानी के माध्यम से भगवती चरण वर्मा जी ने बाल विवाह पर भी प्रश्न चिन्ह ലഗായ ഹേ. അതായത് നമുക്ക് ഈ ഒരു കഹാനി പറയുന്ന സമയത്ത് തന്നെ നമുക്ക് രാമുവിൻ്റെ ഭാര്യയോട് ഒരു സോഫ്റ്റ് കോർണർ തോന്നും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയൊരു കുട്ടിയാണ്, 14 വയസ്സായിട്ടുള്ള ഒരു കുട്ടി. അവരെത്രയൊക്കെ ശ്രദ്ധിച്ചാലും അവരെ കൊണ്ട് ചില തെറ്റുകളെല്ലാം സംഭവിക്കും. ഇങ്ങനെ കഹാനി നമ്മുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ശൈശവ വിവാഹത്തെക്കുറിച്ചിട്ട്, ചൈൽഡ് മാരേജിനെ കുറിച്ചിട്ട് ചോദ്യചിഹ്നം ഉയർത്തി കാട്ടിയിട്ടുണ്ട് ഈ ഒരു കഹാനിയിലൂടെ ലേഖക് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഈ ഒരു ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള സമ്മറിയിൽ നിങ്ങൾക്ക് മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ ഇടൂ. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്